നമസ്കാരം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് മൈക്രോ പ്രോസസ്സറാണ്. ഇലക്ട്രിക്കൽ ബേസ്ഡ് കോമ്പറ്റേറ്റീവ് എക്സാംസിനകത്ത് മൈക്രോ പ്രോസസ്സറിന്റെ സിലബസ് കവർ ചെയ്തിട്ടുണ്ട്. 8085 ബേസ്ഡ് ഉള്ള മൈക്രോ പ്രോസസ്സറാണ് ചോദിക്കുന്നത്. അതിന്റെ ബസ് സ്ട്രക്ചർ ഇമ്പോർട്ടൻ്റ് ആണ്, അതിന്റെ അഡ്രസ്സിംഗ് മോഡ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ സാധാരണ ഒരു ചെറിയൊരു പ്രോഗ്രാം തന്നിട്ട് അതിന്റെ ഔട്ട്പുട്ട് ചോദിക്കാറുണ്ട്. സോ നോക്കുക, വളരെ സിമ്പിളായിട്ട് നമുക്ക് മൈക്രോ പ്രോസസ്സർ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സോ ക്ലാസ് സെഷൻ ഇമ്പോർട്ടൻ്റ് നോക്കുക. സോ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് വാട്ട് ഈസ് മീൻ ബൈ മൈക്രോ പ്രോസസ്സർ നമുക്ക് ഫസ്റ്റ് നോക്കാം. എന്താണ് ഒരു മൈക്രോ പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ? ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ മൈക്രോ പ്രോസസ്സർ നമ്മളൊരു സാധാരണ ഒരു കമ്പ്യൂട്ടർ എടുക്കുകയാണ്, ഒരു നോർമൽ കമ്പ്യൂട്ടർ, അല്ലെങ്കിൽ ഒരു ഓർഡിനറി കമ്പ്യൂട്ടർ എടുക്കുകയാണ്. ഇതൊരു കമ്പ്യൂട്ടർ ആണെന്ന് വിചാരിക്കാം. സപ്പോസ് ദിസ് ഇസ് എ കമ്പ്യൂട്ടർ. ഈ കമ്പ്യൂട്ടറിനകത്ത് മെയിൻ ആയിട്ട് എന്തുണ്ടാവും? ഒരു CPU യൂണിറ്റ് ഉണ്ടാവും അല്ലേ, ഒരു സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ഉണ്ടാവും, CPU ഉണ്ടാവും. പിന്നെ എന്തായിരിക്കും, പിന്നെ കമ്പ്യൂട്ടറിനകത്ത് എന്താ ഒരു മെമ്മറി ഡിവൈസ് ഉണ്ടാവും. ഇറ്റ് ഈസ് എ മെമ്മറി. ഇത് മെമ്മറിയാണ് അല്ലെ, ഒരു മെമ്മറി ഡിവൈസ് ഉണ്ടാവും, അല്ലെങ്കിൽ മെമ്മറി പാർട്ട് ഉണ്ടാവും. പിന്നെ എന്തായിരിക്കും വരിക, ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ഉണ്ടാവും, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ്. ഇതും കൂടെ ഇത്രയും കൂടെ ചേരുന്നതായിരിക്കും നമുക്ക് എന്ത് പറയുന്നത്, നമ്മളൊരു എന്താണ് ഒരു ഓർഡിനറി കമ്പ്യൂട്ടർ അല്ലെങ്കിൽ നോർമൽ കമ്പ്യൂട്ടർ എന്ന് പറയാൻ പറ്റും. ഇറ്റ്സ് ആൻ ഓർഡിനറി കമ്പ്യൂട്ടർ അല്ലെ. അപ്പോൾ ഈ ഒരു ഓർഡിനറി കമ്പ്യൂട്ടർ കമ്പൈസ് ഓഫ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, CPU, മെമ്മറി ഉണ്ട്, പിന്നെ എന്തായിരിക്കും ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ CPU എന്ന് പറയുന്ന ഈ ഒരു സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിനെ ഐ എം ഗോയിങ് ടു റീപ്ലേസ് വിത്ത് എ പ്രോസസർ. ഐ എം ഗോയിങ് ടു റീപ്ലേസ് ഈ CPU-നെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഗോയിങ് ടു റീപ്ലേസ് വിത്ത് എ പ്രോസസർ, മൈക്രോ പ്രോസസർ. ഇതിനാണ് ഞാൻ പറയുന്നതായിരിക്കും UP എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കാൾഡ് മൈക്രോ പ്രോസസർ. സോ വി ക്യാൻ സേ ദാറ്റ് മൈക്രോ പ്രോസസർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എ CPU, ഒരു സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ് എന്ന് പറയുന്നത് നമ്മളെ മൈക്രോ പ്രോസസർ. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എ CPU എന്ന് പറയാൻ പറ്റും. Therefore, if I am going to use a microprocessor, a processor in place of CPU, it is called a microprocessor. That means അങ്ങനെയാണെങ്കിൽ that means I am going to replace CPU with a microprocessor. It is called a microcomputer. Microcomputer. It's called a microcomputer. That means if I am going to replace the CPU with a microprocessor, it is called a microcomputer. അപ്പം അടുത്തൊരു ചോദ്യം, എന്താണ് ഈ MUP എന്ന് പറയുന്നത്? ഇറ്റ്സ് എ മൈക്രോ പ്രോസസർ. അതിന് എന്താണ് അതിന്റെ നെയിം സ്പെസിഫൈ ചെയ്ത് എന്താണ്? ദാറ്റ് മീൻസ് ഇപ്പൊ നമ്മൾ എല്ലാ ആൾക്കാരുടെ നമ്മൾ ചോദിച്ചാൽ നമുക്ക് കിട്ടുന്ന സെയിം ഉത്തരവായിരിക്കും. മൈക്രോ പ്രോസസർ മീൻസ് എന്തായിരിക്കും, ഇറ്റ് ഈസ് ബേസ്ഡ് അപ്പോൺ ദ സ്പീഡ് ഓഫ് ദ എന്തായിരിക്കും, സ്പീഡ് ഓഫ് ദ പ്രോസസർ. പ്രോസസറിന്റെ സ്പീഡ് ബേസ് ചെയ്തിട്ടാണ് ആ പേര് മൈക്രോ എന്ന് പറഞ്ഞ പേര് വന്നിരിക്കുന്നത് പറയുന്നുണ്ട് ഒരുപാട് ആൾക്കാർ. പക്ഷെ അങ്ങനല്ല, അതിന്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, മൈക്രോ പ്രോസസർ എന്ന് പറയുമ്പോഴത്തേക്ക് ദാറ്റ് ഈസ് ഡിപെൻഡ്സ് ഓൺലി ഓൺ ദ ഫിസിക്കൽ സൈസ്. അതാണ് ആ മൈക്രോ എന്നുള്ള പേര് വന്നിരിക്കുന്നത്. ബിക്കോസ് എന്തായിരിക്കും, വളരെ സൈസ് കുറഞ്ഞ ഒരു ഐസിയുടെ കാറ്റഗറിയിൽ വരുന്ന സൈസ് ഉള്ള ഒരു പ്രോസസറാണ്. ദെർഫോർ എന്തായിരിക്കും, ദിസ് മൈക്രോ എന്ന് പറഞ്ഞാൽ മീൻസ് പോയിന്റ് എടുത്ത് വയ്ക്കുക, ദിസ് മൈക്രോ പ്രോസസർ എന്തായിരിക്കും, ഇറ്റ് ഈസ് സ്പെസിഫൈഡ് ബൈ എന്തായിരിക്കും, small size അല്ലെ, small size, not on operation speed. എല്ലാവരും പറഞ്ഞിരിക്കുന്നത് മൈക്രോ പ്രോസസർ പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും, അതിന്റെ സ്പീഡ് ഭയങ്കര ഹൈ സ്പീഡ് എന്നുള്ള രീതി വെച്ചിട്ട്, അല്ലെങ്കിൽ ഹൈ സ്പീഡ് പ്രോസസർ എന്നുള്ള രീതി വെച്ചിട്ടായിരിക്കും അതിന് ആ പേര് കിട്ടിയെന്നായിരിക്കും പറയുന്നത്. പക്ഷെ ഒരിക്കലല്ല. എന്തായിരിക്കും, ഇറ്റ് ഈസ് ബേസ്ഡ് അപ്പോൺ ദ ഫിസിക്കൽ സൈസ്. ബിക്കോസ് എന്തായിരിക്കും, മൈക്രോ പ്രോസസർ ഇസ് ലൈക്ക് സംതിങ് ലൈക്ക് എ സ്മോൾ കമ്പോണന്റ് അല്ലെ, അല്ലെങ്കിൽ എന്തായിരിക്കും, ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എ സ്മോൾ IC നമുക്ക് പറയാൻ പറ്റും. സോ ഓർത്ത് വയ്ക്കുക, മൈക്രോ പ്രോസസർ. സോ ഓർഡിനറി കമ്പ്യൂട്ടർ. ഓർഡിനറി കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും, അതിനകത്ത് ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ് ഉണ്ടാവും, സെൻട്രൽ പ്രോസസ് യൂണിറ്റ് ഉണ്ടാവും, പിന്നെ എന്തായിരിക്കും ഒരു മെമ്മറി യൂണിറ്റ് ഉണ്ടാവും. ആ നോർമൽ കമ്പ്യൂട്ടറിന്റെ CPU, സെൻട്രൽ പ്രോസസ് യൂണിറ്റിനെ I am going to replace by a microprocessor. It is called a microcomputer. The word micro means it is not depends upon the speed or operation speed. It only depends upon the physical size of the processor. നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ നമ്മളൊരു റിയൽ ലൈഫ് എക്സാമ്പിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാല്, ഇപ്പൊ നോക്കിയേ, മൈക്രോ പ്രോസസർ മീൻസ് I am resembling it is like a human being. So മൈക്രോ പ്രോസസർ, നമ്മൾ ഇതിനെ കുറച്ചുകൂടി കൺസെപ്റ്റ് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഈ ഒരു എക്സാമ്പിൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. മൈക്രോ പ്രോസസർ resembles like a human being എന്ന് വിചാരിച്ചോളൂ, ഹ്യൂമൻ ബീങ് ആണ്. ഇപ്പോൾ ഞാൻ പറയുകയാണ്, മെമ്മറി എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മളൊരു നോട്ട് ബുക്കാന്ന് വിചാരിക്കാം. ഇറ്റ്സ് എ നോട്ട് ബുക്ക്. സോ
human microprocessor പറയുന്നത് I am resembling just as an example ഞാൻ പറയാം കേട്ടോ. Example I am taking microprocessor as a human being and memory as a notebook. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്തായിരിക്കും നമ്മൾ നോക്കിയേ. ഈ നോട്ട്ബുക്കിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്തായിരിക്കും നമുക്കത് നോട്ട്ബുക്കിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റൈറ്റ് ചെയ്യാൻ പറ്റും, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും അല്ലേ? Therefore നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്മൾ നോട്ട്ബുക്കിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കണം, നമ്മൾ റീഡ് ചെയ്യണം അല്ലേ? Therefore it is called എന്തായിരിക്കും? റീഡ് എന്ന് പറയുന്നുണ്ട്. റീഡ് ഇൻസ്ട്രക്ഷൻ. നോട്ട്ബുക്കിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ റൈറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ കണ്ടന്റ് നമ്മൾ നോട്ട്ബുക്കിലേക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? റൈറ്റ് ഓപ്പറേഷൻ. അതേ കണക്ക് തന്നെയാണ് എന്ത് പറയുന്നത്? Therefore നമുക്ക് എന്ത് പറയാൻ പറ്റും? Memory to that means if the informations are from memory to, for example telling നമ്മുടെ കൺക്ലൂഷൻ ആണ്, if the information are from memory to, that means from notebook to അല്ലെ, from notebook to microprocessor അല്ലെങ്കിൽ from notebook to human being, അതേ കണക്കാണെങ്കിൽ that is if the information are from memory to processor, it is called ഏത് ഓപ്പറേഷൻ ആയിരിക്കും? Processor is called read operation. It is called read operation. Read operation. Second point ഇതായിരിക്കും സെയിം. നമ്മൾ റൈറ്റ് ഓപ്പറേഷൻ പറയുന്നത് എങ്ങനെ ആയിരിക്കും വരിക? നമ്മളാണ് റൈറ്റ് ചെയ്യുന്നത്. ഹ്യൂമൻ ബീയിങ് ഈസ് റൈറ്റിംഗ് ഇൻ ദി നോട്ട്ബുക്ക്. Therefore if the information are from processor to memory, it is called എന്തായിരിക്കും? റൈറ്റ് ഓപ്പറേഷൻ. Second point, if the information are from process to memory, it is called write operation. So നമ്മൾ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ പറയുകയാണ് നമ്മൾ ഇത് മനസ്സിലാക്കുന്നത്. കാര്യം എന്തായിരിക്കും? മൈക്രോപ്രോസസർ റിസംബ്ൾസ് ലൈക്ക് എ ഹ്യൂമൻ ബീയിങ് ആൻഡ് മെമ്മറി റിസംബ്ൾസ് ലൈക്ക് എ നോട്ട്ബുക്ക്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? മെമ്മറി റിസംബ്ൾസ് ലൈക്ക് എ നോട്ട്ബുക്ക് ആണെങ്കിൽ നമുക്ക് ഈ രണ്ട് രീതി നമുക്ക് പറയാൻ പറ്റും അല്ലെ? ഹ്യൂമൻ ബീയിങ് വായിക്കുന്നുണ്ട്, അത് റീഡ് ചെയ്യുന്നുണ്ട്, നമ്മൾ റീഡ് ഓപ്പറേഷൻ. ഹ്യൂമൻ ബീയിങ് എന്ത് ചെയ്യുന്നുണ്ട്? അതിനകത്ത് റൈറ്റ് ചെയ്യുന്നുണ്ട്, ഇസ് കാൾഡ് റൈറ്റ് ഓപ്പറേഷൻ. ദാറ്റ് മീൻസ് നമ്മൾ ജനറലൈസ് ചെയ്ത് പറഞ്ഞാൽ ഇഫ് ഇൻഫർമേഷൻ ആർ ഫ്രം മെമ്മറി ടു പ്രോസസർ, ഇറ്റ് ഇസ് കാൾഡ് റീഡ് ഓപ്പറേഷൻ. ആൻഡ് ഫ്രം എന്തായിരിക്കും? പ്രോസസർ ടു മെമ്മറി, ദാറ്റ് ഇസ് കാൾഡ് എന്തായിരിക്കും? പ്രോസസർ ടു മെമ്മറി, ഇറ്റ് ഇസ് കാൾഡ് റൈറ്റ് ഓപ്പറേഷൻ അല്ലെ? ഫ്രം പ്രോസസർ ടു മെമ്മറി, ഇറ്റ് ഇസ് കാൾഡ് റൈറ്റ് ഓപ്പറേഷൻ. Then who is going to take the entire decision? That means നമ്മൾ പറഞ്ഞത് എന്തായിരിക്കും? മെമ്മറി ഉണ്ട്, മൈക്രോപ്രോസസർ ഉണ്ട്. Who is going to be the decision maker? നമ്മളെ മെമ്മറി ആണ് ഡിസിഷൻ മേക്കർ? ഒരിക്കലും അല്ല. Memory it is just like a notebook. Who is controlling the notebook? Who is going to read the notebook, or who is going to write the notebook? That is processor. Therefore we can say that the entire decision maker, that means the entire decision maker is human being, അല്ലെങ്കിൽ എന്തായിരിക്കും? microprocessor. And memory is only for what? Notebook is only for storing the content, അല്ലെങ്കിൽ notebook is only for storing the information. Like that, memory is only for storing the information. So the third point, എന്തായിരിക്കും? Memory is only for storing the information. Memory is only for storing the information. See, മൂന്ന് പോയിന്റ് ഓർത്ത് വെക്കുക. That means what is read operation, what is write operation, and what is the significance of memory. So these 3 points are important. So നമ്മളിത് ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് നമ്മളിത് ജനറലൈസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ സാധാരണ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ചോദ്യമാണ് ഇങ്ങനെ ചോദിക്കുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: data transmission is not possible in data transmission is not possible in option A, microprocessor to memory, option B, microprocessor MUP to input output, option C microprocessor to microprocessor from input output, and option D, memory to memory.
Therefore, എന്തായിരിക്കും ഓപ്ഷൻ ആൻസർ എന്തായിരിക്കും നമുക്കറിയാം എന്തായിരിക്കും ഡേറ്റ എവിടുന്ന ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡേറ്റ ട്രാൻസ്മിറ്റ് is only possible from processor to memory, that is human being to notebook. അതാണ് അപ്പൊ എന്തായിരിക്കും നോട്ട്ബുക്ക് ടു നോട്ട്ബുക്ക് ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. Therefore എന്താ ചെയ്യാൻ പറ്റും? Therefore the data transmission is not possible in ഏതായിരിക്കും ഏത് ഓപ്ഷൻ ആയിരിക്കും? മെമ്മറി ടു മെമ്മറി ഡേറ്റ ട്രാൻസ്മിഷൻ is not possible. ഓർത്ത് വയ്ക്കാം. ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഓർത്ത് വയ്ക്കാം. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ 8085 മൈക്രോ പ്രോസസർ ആണ് നമ്മുടെ സിലബസിൽ പറയുന്ന എക്സാം. 8085 പിന്നെ ഇപ്പൊ ഈ അടുത്ത സമയം കൊണ്ട് 8086 MUP-യുടെ ചെറിയൊരു എന്താ പറയാ ചെറിയൊരു ബേസിക് ലെവലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിട്ടുണ്ട്. നമുക്ക് 8085 മൈക്രോ പ്രോസസറിലേക്ക് നമുക്ക് പോവാം. ഏകദേശം ഒരു 74 ഇൻസ്ട്രക്ഷൻസ് അതിനകത്ത് വരുന്നത്. പിന്നെ നമുക്ക് എന്താ പറയുക ഇൻസ്ട്രക്ഷൻസ് നമ്മളങ്ങനെ കാണാൻ പഠിക്കേണ്ട കാര്യമില്ല. പിന്നെ കുറെയൊക്കെ നമുക്ക് ഇതിന്റെ എക്സാം ഇതിന്റെ എന്താ പറയാ സെഷൻസ് വർക്ക്ഔട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കത് മനസ്സിലാവും. സോ ശ്രദ്ധിക്കുക എന്താണെന്ന് നമുക്ക് 8085 മൈക്രോ പ്രോസസർ പറഞ്ഞ് നോക്കാം. നമ്മൾ പറയുകയാണ് ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഇയർ ഞാൻ പറയാം 1973 ഫസ്റ്റ് 1973 കൺട്രി USA, മാനുഫാക്ചറർ ഇന്റൽ മാനുഫാക്ചറർ ഒരു 8-ബിറ്റ് മൈക്രോ പ്രോസസർ ഡെവലപ്പ് ചെയ്തു. 8-ബിറ്റ് മൈക്രോ പ്രോസസർ യൂസിങ് PMOS ടെക്നോളജി. ഇത് ടെക്നോളജിയാണ് PMOS എന്ന് പറയുന്നത്. PMOS ടെക്നോളജി. അതിന്റെ ക്ലോക്ക് ഫ്രീക്വൻസി എന്ന് പറയുന്നത് എത്ര? അതിന്റെ ക്ലോക്ക് ഫ്രീക്വൻസി എന്ന് പറയുന്നത് എത്രയാണ്? 2 മെഗാഹെർട്സ്. ഈ മൈക്രോ പ്രോസസറിനെ പറയുന്ന പേരാണ് എന്തായിരിക്കും ഇത് 8080 മൈക്രോ പ്രോസസർ ആണ്. 8080 മൈക്രോ പ്രോസസർ. അപ്പോ ഇവിടെ യൂസ് ചെയ്യുന്ന ടെക്നോളജി എന്താ? PMOS ടെക്നോളജിയാണ്. ഇനി ഇതങ്ങോട്ട് മാറി ഒരു 1975 to 1976 ആ ഡ്യൂറേഷൻ 1975-76 ഡ്യൂറേഷനിലാണ് നമ്മുടെ 8085 മൈക്രോ പ്രോസസർ വരെ പോകുന്നത്. ആ 8085 മൈക്രോ പ്രോസസർ മാനുഫാക്ചർ ചെയ്തത് USA തന്നെയാണ്. ഏതായിരിക്കും കമ്പനി ഇന്റൽ തന്നെയാണ്. അതായിരിക്കും 8-ബിറ്റ് മൈക്രോ പ്രോസസർ ആണ്. പക്ഷേ എന്തായിരിക്കും യൂസ് ചെയ്യുന്ന ടെക്നോളജി ഏതാ? NMOS ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. NMOS ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്. ക്ലോക്ക് ഫ്രീക്വൻസി എത്ര? 3 മെഗാഹെർട്സ്. 1978 ആണ് 8086 മൈക്രോ പ്രോസസർ ഡെവലപ്പ് ആവുന്നത്. ദാറ്റ് മീൻസ് അത് USA ആണ്, ഇന്റൽ ആണ്. എന്തായിരിക്കും അതെന്തായിരിക്കും 8-ബിറ്റ് അല്ല 16-ബിറ്റ് മൈക്രോ പ്രോസസർ ആണ്. ഇതായിരിക്കും യൂസിങ് എന്തായിരിക്കും HMOS ടെക്നോളജി ആൻഡ് ഹാവിംഗ് ക്ലോക്ക് ഫ്രീക്വൻസി ഓഫ് 5 മെഗാഹെർട്സ്. സോ ഇവിടാണ് നമുക്ക് നമ്മളുടെ ടോപ്പിക്സ് നമ്മളുടെ കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് പഠിക്കാനുള്ളത് ഇതാണ്. കൂടുതൽ നമ്മൾ സ്ട്രെസ് ചെയ്ത് പഠിക്കാനുള്ളത് 8085 8086 ബേസിക്സ് നമ്മൾ നോക്കണം. സോ 8085 ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഇറ്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്. അപ്പൊ നമുക്ക് ഇനി ഓരോന്നോരോന്ന് നമുക്ക് നോക്കാം എന്താണ് 8085 ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഈസ് 8085. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് ക്ലോക്ക് ഫ്രീക്വൻസി മുതൽ തുടങ്ങാം. Therefore ക്ലോക്ക് ഫ്രീക്വൻസി എത്ര വന്നിരിക്കുന്നത്? 8085 ക്ലോക്ക് ഫ്രീക്വൻസി എത്ര? 3 മെഗാഹെർട്സ് ആണ്. Therefore എന്തായിരിക്കും 8085 ഹാവിംഗ് ക്ലോക്ക് ഫ്രീക്വൻസി എത്രയാണ്? ക്ലോക്ക് ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 3 മെഗാഹെർട്സ് നമുക്കറിയാം. ഈസ് ഈക്വൽ ടു 3 മെഗാഹെർട്സ്. അപ്പോൾ ക്ലോക്ക് ഫ്രീക്വൻസി ആണെങ്കിൽ ടൈം പീരീഡ് എന്തായിരിക്കും? ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 1/ഫ്രീക്വൻസി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3 മെഗാഹെർട്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? 1/3 മെഗാഹെർട്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു 0.333 മൈക്രോ സെക്കൻഡ്സ് വരും. 0.33 മൈക്രോ സെക്കൻഡ്സ്. സോ എന്താണ് ഈ ടി എന്ന് പറയുന്നത്? നമ്മൾ എന്ത് പറയുന്നത്? ടി ഈസ് ആൾസോ കാൾഡ് ടി സ്റ്റേറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. Therefore T state is equal to 0.333 മൈക്രോ സെക്കൻഡ്സ്. എപ്പോഴും ഒരു എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ടി സ്റ്റേറ്റ് എന്ന് പറയുന്നതായിരിക്കും. ഇറ്റ് ഈസ് നോട്ട് ദ ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് വൺ ഇൻസ്ട്രക്ഷൻ. ഒരു ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയമല്ല ടി സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ആണ്. ആ ഒരു ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കണം. ടി സ്റ്റേറ്റ് ഇറ്റ് ഈസ് നോട്ട് ദ ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് വൺ ഇൻസ്ട്രക്ഷൻ. അപ്പൊ നമ്മൾ ഇൻസ്ട്രക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ? ഇൻസ്ട്രക്ഷൻ മീൻസ് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എ കമാൻഡ് ടു ഡു സം ടാസ്ക് അല്ലെ. ദാറ്റ് മീൻസ് ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാണ് ഇതായിരിക്കും ഒരു പ്രോഗ്രാം ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഞാൻ ഡീറ്റെയിൽസ് നമ്മൾ പോകുന്നില്ല. നമ്മൾ പറയാണ് ഇത് നമ്മുടെ മൈക്രോ പ്രോസസർ MUP എന്ന് പറയുന്ന മൈക്രോ പ്രോസസർ. ഞാൻ ഇവിടെ ഒരു പ്രോഗ്രാം എഴുതിയിരിക്കുകയാണ് ആഡ് ബി
add b എന്ന് പറഞ്ഞ പ്രോഗ്രാം എഴുതിയിരിക്കുകയാണ്. add b എന്തായിരിക്കും here also subtract c എന്ന് പറഞ്ഞ പ്രോഗ്രാം ഞാൻ എഴുതിയിരിക്കുകയാണ്. therefore ഇതാണ് this is called the instruction. add b and subtraction c are the instructions. This instruction means that this should go to the microprocessor, അല്ലെങ്കിൽ it should send to the microprocessor, and it is processed in the microprocessor, and the result it is stored in the address location. നമ്മൾ പഠിക്കും ഓപ്പറേഷൻ നമ്മൾ പഠിക്കും. പക്ഷേ ഇതിന് ഈ ഇൻസ്ട്രക്ഷൻ add b എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ എടുക്കുന്ന സമയമല്ല ടി സ്റ്റേറ്റ്. that is very important. അതാണ് എനിക്ക് പറയാനുള്ളത്. that means ടി സ്റ്റേറ്റ് it is not the time taken by the mup to instruct to execute. that means എന്തായിരിക്കും അപ്പോൾ നമുക്ക് എന്തായിരിക്കും ആ ടൈം എന്ന് പറയുന്നത്? that means എന്തായിരിക്കും the time taken, the total time taken to complete one instruction, it is called എന്തായിരിക്കും instruction cycle. therefore one important point, the total time add b എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ മൈക്രോ പ്രോസസർ എക്സിക്യൂട്ട് ചെയ്യാൻ എടുക്കുന്ന സമയത്തിനാണ് നമ്മൾ എന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്ന് പറയുന്നത്. അത് ഒരിക്കലും ടി സ്റ്റേറ്റ് അല്ല. that is our conclusion is therefore the total time taken to complete one instruction is called instruction cycle. അപ്പോൾ നമ്മൾ ഇൻസ്ട്രക്ഷൻ സൈക്കിളിലേക്ക് വരികയാണ്. അപ്പോൾ ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്താണ്? സോ വാട്ട് ഈസ് മീൻ ബൈ ഇൻസ്ട്രക്ഷൻ സൈക്കിൾ? അഗെയിൻ നമ്മൾ ഇൻസ്ട്രക്ഷൻ സൈക്കിളിനെ പറ്റി നമ്മൾ കൂടുതൽ പറയാൻ പോവുകയാണ്. ഇൻസ്ട്രക്ഷൻ സൈക്കിൾ റെപ്രസെന്റഡ് ബൈ ഐസി. ഇൻസ്ട്രക്ഷൻ സൈക്കിൾ അഥവാ ഐസി എന്ന് പറയുന്നത്. So ഈ instruction cycle again I am dividing into two. Instruction cycle means എന്തായിരിക്കും? It comprises of two other cycles called എന്തായിരിക്കും? fetch cycle and execution cycle. Fetch cycle and execution cycle. Again the execution cycle is എന്തായിരിക്കും? Again the execution cycle is divided into two. What is called the read cycle and write cycle. That means total cycle means എന്തായിരിക്കും? total IC എന്ന് പറയുന്നത് എന്തായിരിക്കും? that means it comprises of fetch cycle and execution cycle. Fetch cycle means again എന്തായിരിക്കും? read cycle and write cycle. അപ്പോൾ ഈ fetch cycle അല്ലെങ്കിൽ read cycle അല്ലെങ്കിൽ write cycle anyone is called നമ്മൾ എന്താ പറയുക machine cycle എന്ന് പറയുന്നത്. therefore നമുക്ക് എന്ത് പറയാൻ പറ്റും? therefore either fetch cycle, ഈ ടെർമിനോളജി ഒക്കെ ഓർത്ത് വെക്കണം കേട്ടോ. ഏതർ എന്തായിരിക്കും ഫെച്ച് സൈക്കിൾ ഓർ എന്തായിരിക്കും റീഡ് സൈക്കിൾ ഓർ റൈറ്റ് സൈക്കിൾ കാൾഡ് എനി ഓഫ് ദീസ്, അല്ലെങ്കിൽ എന്തായിരിക്കും എനി വൺ ഈസ് കാൾഡ് എന്തായിരിക്കും നമുക്ക് മെഷീൻ സൈക്കിൾ എന്ന് പറയാൻ പറ്റും. കാൾഡ് മെഷീൻ സൈക്കിൾ. അപ്പം നമ്മൾ എവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത്? നമ്മൾ ടി സ്റ്റേറ്റിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. നമ്മളുടെ കൺക്ലൂഷൻ, നമ്മൾ ക്ലാരിറ്റിക്ക് പോകുന്നത് എന്തായിരിക്കും? ടി സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷൻ സൈക്കിൾ അല്ല. ആ ഇൻസ്ട്രക്ഷൻ സൈക്കിൾ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് എടുക്കുന്ന ടൈം അല്ല ടി സ്റ്റേറ്റ് എന്നാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ക്ലാരിഫൈ ചെയ്യാൻ പറ്റും. therefore എന്തായിരിക്കും? ഇപ്പൊ ഞാൻ പറയാണ് 3 ഓപ്പറേഷൻസ് പറയാണ്. ഫോർ എക്സാമ്പിൾ ഫെച്ച് ഓപ്പറേഷൻ അല്ലെങ്കിൽ ഫെച്ച് സൈക്കിൾ, ഫെച്ച് ഓപ്പറേഷൻ എന്ന് പറയാം. ഫെച്ച് ഓപ്പറേഷൻ, പിന്നെ എന്തായിരിക്കും റീഡ് ഓപ്പറേഷൻ, നെക്സ്റ്റ് ഇറ്റ് ഈസ് റൈറ്റ് ഓപ്പറേഷൻ. അങ്ങനെയാണെങ്കിൽ fetch operation takes how many t cycles? How many t states? This fetch operation it takes 4 t states. That means fetch operation it is എന്തായിരിക്കും t1, t2, t3 and t4. Read operation it takes എന്തായിരിക്കും 3 t states. ഇതൊക്കെയായിരിക്കും t1, t2 and t3. ഇതെന്തായിരിക്കും വരിക? Right operation it is also takes എന്തായിരിക്കും 3 t states. Therefore that is t1, t2 and t3. Therefore what is our conclusion? Our total conclusion is എന്തായിരിക്കും t state is not sufficient to complete one instruction. Therefore our conclusion is t state is not sufficient. എന്തായിരിക്കും sufficient to complete one instruction. That is our conclusion to complete one instruction. കാര്യം ഒരു ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? റീഡ് ഫെച്ച് സൈക്കിൾ ഉണ്ട്, പിന്നെ എന്തായിരിക്കും എക്സിക്യൂഷൻ സൈക്കിൾ ഉണ്ട്. അപ്പോൾ ഈവൻ ഫെച്ച് സൈക്കിളിന് 4 ടി സ്റ്റേറ്റ് വേണ്ടി വരുന്നുണ്ട്. therefore our conclusion is that എന്തായിരിക്കും? therefore t
T state is not sufficient to complete one instruction. ഓർത്ത് വയ്ക്കാം. It's called instruction cycle നമ്മൾ പഠിച്ചു. T state നമ്മൾ പഠിച്ചു. That's about the clock frequency. എന്താണ് 3 MHz എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. എന്താണ് 8085 ന്റെ ക്ലോക്ക് ഫ്രീക്വൻസി 3 MHz ആണ്. സോ 3 MHz നമ്മൾ ടി സ്റ്റേറ്റിലേക്ക് പോയി. എന്താണ് ടി സ്റ്റേറ്റ് എന്ന് പഠിച്ചു. ടി സ്റ്റേറ്റിൽ നമ്മൾ നേരെ ഇൻസ്ട്രക്ഷൻ സൈക്കിളിലേക്ക് പോയി. വാട്ട് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ടി സ്റ്റേറ്റ് ആൻഡ് ഇൻസ്ട്രക്ഷൻ സൈക്കിൾ നമ്മൾ പഠിച്ചു. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ടെക്നോളജി. നമ്മൾ നോക്കിയാൽ 8080 മൈക്രോ പ്രോസസർ യൂസിംഗ് PMOS ടെക്നോളജി ആണ്. 8085 NMOS ടെക്നോളജി ആണ്. ആൻഡ് 8086 HMOS ടെക്നോളജി ആണ്. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി ജസ്റ്റ് നമുക്കൊന്ന് നോട്ട് കണക്ക് നോക്കാം. വാട്ട് ഈസ് മീൻ ബൈ PMOS ടെക്നോളജി. PMOS ടെക്നോളജി മീൻസ് എന്തായിരിക്കും? നമ്മൾ പറയാണ് PMOS ടെക്നോളജിയെ പറ്റി പറയുകയാണെങ്കിൽ എന്തായിരിക്കും ടെക്നോളജി അല്ലെ? ടെക്നോളജി. അപ്പോൾ PMOS ടെക്നോളജി ആണെങ്കിൽ എന്തായിരിക്കും വരിക? PMOS ടെക്നോളജി എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ എന്തായിരിക്കും? P ടൈപ്പ് മെറ്റീരിയൽസ് ആണ്. Therefore conductivity due to എന്തായിരിക്കും? Conductivity due to holes. Due to holes. ഈ PMOS PMOS HMOS HMOS NMOS പറയുമ്പോഴത്തേക്ക് എന്താ? that it is IC is manufactured with എന്തായിരിക്കും? IC is manufactured with MOSFETs അല്ലെ? that is PMOS ആണെങ്കിലും HMOS ആണെങ്കിലും എന്തായിരിക്കും? NMOS ആണെങ്കിലും manufactured with എന്തായിരിക്കും? MOSFETs അല്ലെ? Manufactured with MOSFETs. അപ്പോൾ അത് ഓർത്ത് അതാണ് ഈ NMOS HMOS എന്നൊക്കെ പറയുന്നത്. in PMOS എന്തായിരിക്കും? Conductivity due to holes. പക്ഷെ എന്തായിരിക്കും? holes having lesser mobility than electrons. അപ്പോൾ എന്തായിരിക്കും? അപ്പം execution എന്തായിരിക്കും? execution speed is less. സോ അതാണ് നമ്മളുടെ 8080 മൈക്രോ പ്രോസസറിനെ പറ്റിയത്. കാര്യം എന്തായിരിക്കും? അവിടെ യൂസിങ് എന്ത് ടെക്നോളജി ആയിരിക്കും? P0 ടെക്നോളജിയാണ് 8080ക്ക്. അതിന്റെ അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ വന്നത് എന്തായിരിക്കും? 8085 വന്നു. അത് യൂസ് ചെയ്യുന്നതായിരിക്കും NMOS ടെക്നോളജിയാണ്. അത് അവിടെ എന്തായിരിക്കും? കണ്ടക്ടിവിറ്റി ഡ്യൂ ടു ഇലക്ട്രോൺസ് അല്ലെ? കണ്ടക്ടിവിറ്റി നമുക്ക് പറയാൻ പറ്റും. കണ്ടക്ടിവിറ്റി ഡ്യൂ ടു ഇലക്ട്രോൺസ്. therefore എന്തായിരിക്കും? സ്പീഡ് എക്സിക്യൂഷൻ സ്പീഡ് ഈസ് ഹൈ ആസ് കമ്പയർഡ് ടു എന്തായിരിക്കും? PMOS technology. Therefore നമ്മൾ എന്തായിരുന്നു? NMOS is more fast നമുക്ക് പറയാൻ പറ്റും. Then what is HMOS? 8086 അടുത്ത അഡ്വാൻസ്ഡ് വേർഷൻ ആണ്. 8086 യൂസ് ചെയ്യുന്നതായിരിക്കും HMOS ടെക്നോളജി ആണ്. Then what is HMOS? HMOS means high package density. അത് പറയുമ്പോഴത്തേക്ക് it is a background version of അല്ലെങ്കിൽ background of എന്തായിരിക്കും? NMOS. It is a background of NMOS പറയാൻ പറ്റും. അല്ലെങ്കിൽ advanced of NMOS നമുക്ക് പറയാൻ പറ്റും. background of NMOS അല്ലെങ്കിൽ എന്താ? advanced of NMOS. Very important for any competitive exam. Next point is എന്തായിരിക്കും? HMOS technology is having എന്തായിരിക്കും? HMOS have നമുക്ക് പറയാൻ പറ്റും. HMOS have എന്തായിരിക്കും? better speed power product. have better speed power product. എന്താ സ്പീഡ് പവർ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ therefore എന്തായിരിക്കും? സ്പീഡ് ഇൻറ്റു പവർ ആണ് സ്പീഡ് പവർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. സ്പീഡ് ഇൻറ്റു പവർ. ഈ സ്പീഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? സ്പീഡ് മീൻസ് എന്തായിരിക്കും? പ്രൊപ്പഗേഷൻ ഡിലേ നമ്മൾ സ്പീഡ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് സ്പീഡ് എന്തായിരിക്കും? സ്പീഡ് ഈസ് പ്രൊപ്പഗേഷൻ ഡിലേ. അതിനാണ് നമ്മൾ സ്പീഡ് എന്ന് പറയുന്നത്. പിന്നെ എന്തായിരിക്കും വരിക? പവർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? മെഗാവാട്ട്. മില്ലി വാട്ട്. മെഗാവാട്ട് അല്ല, മില്ലി വാട്ട്. പവർ കൺസംഷൻ മില്ലി വാട്ട്. അപ്പൊ നോക്കി HMOS ഹാവിംഗ് ബെറ്റർ പവർ സ്പീഡ് പവർ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് പ്രൊപ്പഗേഷൻ ഡിലേ കുറവായിരിക്കണം അല്ലെ? ദാറ്റ് മീൻസ് പ്രൊപ്പഗേഷൻ ഡിലേ കുറവാകുക. ദാറ്റ് മീൻസ് എന്തായിരിക്കും? സ്പീഡ് കൂടുക. ദാറ്റ് മീൻസ് എന്തായിരിക്കണം? ഡിലേ ഷുഡ് ബി വെരി ലെസ് അല്ലെ? ആൻഡ് പവർ കൺസംഷൻ ആൾസോ ഷുഡ് ബി ലെസ്. then the power loss also very low. therefore നമുക്ക് എന്ത് പറയാൻ പറ്റും? therefore എന്താണ്? the speed power product value should be less. എങ്കിലാണെങ്കിൽ അത് better speed power product എന്ന് പറയാൻ പറ്റും. the value of the speed power product should be less because എന്തായിരിക്കും? speed means propagation delay means എന്തായിരിക്കണം? കുറച്ച് ഡിലേ ഉണ്ടാവുള്ളൂ. power means എന്തായിരിക്കും? കുറച്ച് power consumption ഉണ്ടാവുള്ളൂ. therefore better speed power product means this value should be very less. that is propagation delay. the speed is mentioned in എന്തായിരിക്കും? nanoseconds and power it is in എന്തായിരിക്കും? milli and power in milliwatts. and power is measured in milliwatts. therefore നമുക്ക് എന്താ പറയാൻ പറ്റും? therefore its unit is watt. എന്തായിരിക്കും? watt second എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? joules ആണ്. therefore it is called picojoules. അപ്പൊ നമ്മൾ നോക്കിയേ
8086 8086 having 1 picojoule, and 8085 having 8085 having 4 picojoule. അപ്പോൾ നോക്കി ഏതായിരിക്കും അഡ്വാൻസ്, ഏതായിരിക്കും സ്പീഡ് കൂടുതൽ? therefore അഡ്വാൻസ് ഏതായിരിക്കും? 8086. കാര്യം 1 picojoule, കാര്യം എന്തായിരിക്കും അത്രയ്ക്കും സ്പീഡ് പവർ പ്രോഡക്റ്റ് ബെറ്റർ ആയിരിക്കും. 4 picojoule മീൻസ് എന്തായിരിക്കും? പ്രൊപ്പഗേഷൻ ഡിലേ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും പവർ കൺസംപ്ഷൻ കൂടുതലായിരിക്കും. therefore എന്തായിരിക്കും 8086 have it is the advantage. So important point to remember, what is HMOS technology? HMOS technology means high density packing, high package density technology. It is a background of NMOS, and it is a very important point. HMOS having better speed power product. So this is very important to remember. HMOS having better speed power product, and it is it is expressed in picojoules. It's also very important point to remember. അത് ഓർത്ത് വയ്ക്കാം. Then next point, what is ഇപ്പോൾ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ നമ്മൾ ഏതൊക്കെയായിരിക്കും നമ്മൾ അതിന്റെ 8085ന്റെ നമ്മൾ ഏതൊക്കെ നമ്മൾ പഠിച്ചു, നമ്മൾ അതിന്റെ ക്ലോക്ക് ഫ്രീക്വൻസി നോക്കി, ടെക്നോളജി നോക്കി. ഇനി നമ്മൾ പോകാൻ പോകുന്നത് എന്തായിരിക്കും? ബിറ്റ് എന്ന് പറയുന്നത്. എന്താണ് ബിറ്റ് എന്ന് പറയുന്നത്? That means bits നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? That means it can be explained that it can be expressed as that is how many bits are transmitted at a time in the internal bus. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ബിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ 8085ന്റെ എത്ര ആയിരിക്കും? 8 ബിറ്റ് മൈക്രോ പ്രോസസർ. That means that it is transferring 8 bit, that means 8 bits are transferred at a time in the internal database. Therefore it is called a 8 bit microprocessor. Therefore bit എന്നാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? Therefore bit means എന്തായിരിക്കും? How many bits are transmitted at a time? How many bits are transmitted at a time? How many bits are transmitted at a time? അതിനാണ് നമ്മളിപ്പോൾ 8 ബിറ്റ് ആണെങ്കിൽ എന്തായിരിക്കും? ഫോർ 8 ബിറ്റ് എന്തായിരിക്കും? 8 bits are transmitted at a time. Therefore it is called എന്തായിരിക്കും? 8. It's called an 8 bit microprocessor. That means how many bits are transmitted at a time in the internal bus, അല്ലേ? In the internal database. In the internal database. ഇപ്പോൾ നമ്മൾ നോക്കി, ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ 8 ബിറ്റ് എടുക്കുകയാണ്, 1011010448 അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ നോക്കി, ആദ്യമേ 1 ട്രാൻസ്മിറ്റ് ചെയ്തു, പിന്നെ എന്തായിരിക്കും 0 ട്രാൻസ്മിറ്റ് ചെയ്തു, പിന്നെ 1 ട്രാൻസ്മിറ്റ് ചെയ്തു, 0. അങ്ങനെ സീരീസ് ആയിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ സീരിയൽ ട്രാൻസ്മിഷൻ എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് കോൾഡ് സീരിയൽ ട്രാൻസ്മിഷൻ. ഇപ്പോൾ ഞാനിപ്പോൾ പറയാം, ഇപ്പോൾ ഈ ഒരു സെയിം തന്നെ എന്തായിരിക്കും? ആദ്യമേ നമ്മൾ 4 എണ്ണം ട്രാൻസ്ഫർ ചെയ്തു, പിന്നെ 4 എണ്ണം ട്രാൻസ്ഫർ ചെയ്തു. ഇപ്പോൾ എന്തായിരിക്കും? ഇത് പാരലൽ ഡേറ്റ ട്രാൻസ്ഫർ ആണ്. ദാറ്റ് മീൻസ് എന്തായിരിക്കും? 4 എണ്ണം ഒരു ബാച്ചിലേക്ക് പോകുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു സൈക്കിൾ പോകുന്ന വിചാരിച്ചാൽ മതി, സീരിയൽ ട്രാൻസ്മിഷൻ എക്സാമ്പിൾ ആയിട്ട്. കാര്യം സൈക്കിൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരാൾ മാത്രം സഞ്ചരിക്കുന്നുണ്ട് പോകുന്നത്. അപ്പം ഫ്രണ്ടിലും ബാക്കിൽ ആളുടെ ഇരുന്നാൽ നമ്മൾ നോക്കണ്ട, അത് ലഗേജ് വയ്ക്കാണെന്ന് നോക്കാൻ മതി. സോ ഇപ്പം ഒരാളായിട്ട് പോകുന്നുണ്ടെന്നുമ്പോഴത്തേക്ക് സീരിയൽ ട്രാൻസ്മിഷൻ ആണ്. ഒരാൾക്ക് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. ഒരു 4 വീലറിൽ പോകുവാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? അതിനകത്ത് 4 പേർക്ക് പോകാൻ പറ്റും. Therefore it is an example of a parallel transmission. ഇപ്പോൾ നമ്മൾ ഒരു ബസ്സിൽ പോവുകയാണ്, അങ്ങനെയാണെങ്കിൽ 8 പേര് പോകുന്നുണ്ട്. ഇറ്റ് ഈസ് കോൾഡ് എന്തായിരിക്കും? അത് ഒരു പാരലൽ ട്രാൻസ്മിഷൻ ആണ്. Therefore ഈ സെയിം കൺസെപ്റ്റ് തന്നെയാണ് ഇത് സംഭവിക്കുന്നത്. That means 8 bits are transferred at a time, are transmitted at a time in the internal database. It is called, therefore it is called a 8 bit microprocessor. അത്രേ ഓർത്താൽ മതി. Database, it is called a 8 bit microprocessor. Then അടുത്ത നമുക്ക് ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ ക്ലോക്ക് ഫ്രീക്വൻസി നോക്കി, പിന്നെ എന്തായിരിക്കും വരുമ്പോൾ നമ്മൾ ടെക്നോളജി നോക്കി, പിന്നെ എന്തായിരിക്കും നമ്മൾ 8 ബിറ്റ്, വാട്ട് ഈസ് മീൻ ബൈ 8 ബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ അടുത്ത് നമ്മൾ പോകുന്നത് ബസ് സ്ട്രക്ചർ ഓഫ് 8085. നെക്സ്റ്റ് ഈസ് ബസ് സ്ട്രക്ചർ ഓഫ് 8085. ബസ് സ്ട്രക്ചർ ഓഫ് 8085. 3 ബസ്സാണ് ഉള്ളത്. ഒന്നെന്തായിരിക്കും? ഒന്ന് ഡേറ്റാ ബസ്, it is data bus, B address bus, and third one is control bus. Data bus, address bus and control bus. Here data bus and address bus are very important. Data bus and address bus very important ആണെന്ന് മനസ്സിലാക്കണം നമ്മൾ. So what is meant by data bus and what is meant by address bus? അത് നോക്കാം. ഇപ്പോൾ നമ്മൾ 8085 മൈക്രോപ്രോസസർ എടുക്കുകയാണ്. 8085 മൈക്രോപ്രോസസർ എടുക്കുകയാണ്. അപ്പോൾ എന്തായിരിക്കും? ഡേറ്റാ ബസ് കപ്പാസിറ്റി, ഡേറ്റാ ബസ് കപ്പാസിറ്റി എത്ര ആയിരിക്കും? 8 ബിറ്റ്. 8085ന്റെ അഡ്രസ് ബസ് കപ്പാസിറ്റി, അഡ്രസ് ബസ് കപ്പാസിറ്റി
address bus capacity എത്ര ആയിരിക്കും 16 bits. 16 bits. അടുത്ത പോയിന്റ് 8086 ആയപ്പോഴത്തേക്ക് എന്തായിരിക്കും അവിടുത്തെ ഡേറ്റാബസ് കപ്പാസിറ്റി എത്ര ആയിരിക്കും 16 ബിറ്റ് ആൻഡ് എന്തായിരിക്കും അഡ്രസ് ബസ് കപ്പാസിറ്റി എത്ര 20 bit. So very important ആണ്. ഇതിനകത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഈ സെയിം തന്നെ 8085 ഡേറ്റാബസ് എത്ര, അഡ്രസ് ബസ് എത്രയാണ്, ഇതായിരിക്കും 8086 ഓർത്ത് വയ്ക്കുക, അഡ്രസ് ബിറ്റ് ഓർത്ത് വയ്ക്കുക. Therefore 8085 ഡേറ്റാബസ് കപ്പാസിറ്റി 8 ബിറ്റ്, അഡ്രസ് ബിറ്റ് 16 ബിറ്റ്. 8086 MIPI ആയപ്പോഴത്തേക്ക് എത്ര ആയിരിക്കും ഡേറ്റാബസ് 16 ബിറ്റ്, അഡ്രസ് ബസ് എത്ര ആയിരിക്കും 20 ബിറ്റ് ആയിരിക്കും വരുന്നത് അല്ലെ. ഇനി ഇതിനകത്ത് ഇപ്പൊ നമ്മളിപ്പോ ജസ്റ്റ് ഒരു പ്രോഗ്രാം എഴുതാം. നമ്മൾ പ്രോഗ്രാമിനെ പറ്റി നമ്മൾ പഠിക്കുന്നത് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രോഗ്രാം എഴുതാണ്. ഒരു ലാഡർ, നമ്മളിപ്പോൾ ലാഡർ കണക്ക് വരയ്ക്കുകയാണെങ്കിൽ അതെന്തായിരിക്കും അത് പ്രോഗ്രാം ആണെന്ന് ഓർക്കുക. ഓക്കെ, സോറി മെമ്മറി ആണെന്ന് ഓർക്കുക. ഇവിടെയാണ് നമ്മളുടെ മൈക്രോ പ്രോസസർ ഉള്ളത്. ഓക്കെ, അപ്പൊ ഞാനിപ്പം പറയാണ് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്. ഇറ്റ് ഈസ് മൂവ് ബി കോമ സി. മൂവ് ബി കോമ സി. ബി എം സി എന്തായിരിക്കും, ബി എം സിയും രജിസ്റ്റേഴ്സ് ആണ്, അതൊക്കെ നമ്മൾ പഠിക്കും. ബി എം സിയും രജിസ്റ്റേഴ്സ് ആണ്. മൂവ് ബി കോമ സി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം, ഒരു ഇൻസ്ട്രക്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അടുത്തതായിരിക്കും മൂവ് ആഡ് ബി. അടുത്തതായിരിക്കും സബ്ട്രാക്ട് എ. എന്നൊക്കെ നമ്മളൊരു പ്രോഗ്രാം എഴുതാറുണ്ട്. എന്തോ അറിയില്ല, നമുക്ക് ഒരു പ്രോഗ്രാം ആയിട്ട് എഴുതിയാണ്. അപ്പൊ ഇതാണ് എന്റെ മൈക്രോ പ്രോസസർ MIPI ഇരിക്കുന്നത്. സോ ഹൗ ദ MIPI, ഈ MIPIക്ക് എങ്ങനെ അറിയാൻ പറ്റും? MIPI വാണ്ട്സ് ടു എക്സിക്യൂട്ട് വിച്ച് ഇൻസ്ട്രക്ഷൻ. ഇതിനകത്ത് ഇപ്പൊ മൂന്ന് പ്രോഗ്രാം എഴുതി വെച്ചിട്ടുണ്ട്. ഈ 3 ഇൻസ്ട്രക്ഷൻ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ 3 ഇൻസ്ട്രക്ഷനിൽ then MIPI wants to decide which instruction, അല്ലെങ്കിൽ MIPI want to execute which instruction. MIPIക്ക് ഏത് ഇൻസ്ട്രക്ഷൻ ആണ് എക്സിക്യൂട്ട് ചെയ്യാനുള്ളത്, അത് എങ്ങനെ അറിയാൻ പറ്റുന്നത്? Therefore അവിടെയാണ് നമ്മളുടെ അഡ്രസ്സിന്റെ കാര്യം. That means what instruction need to be executed by MIPI is identified by using address. That means for example ഇത് address 1 ആണെങ്കിൽ ഇത് address 1, ഇത് address 2 ആണെങ്കിൽ address 2, ഇത് address 3 ആണെങ്കിൽ therefore നമുക്ക് എന്താ പറയാൻ പറ്റും, this it will MIPI. then എന്തായിരിക്കും the MIPI ഇങ്ങനെ പറയാൻ പറ്റും, നമുക്ക് പറയാൻ പറ്റുന്നതായിരിക്കും what instruction needs to be executed by MIPI is identified by using address location. Very important. What is the conclusion? What instruction to be executed, what instruction to be executed by MIPI is identified by microprocessor is identified by using address. ആ ഒരു പോയിന്റ് ഓർത്ത് വയ്ക്കുക. കാര്യം നമ്മൾ പ്രോഗ്രാംസ് എഴുതി നമ്മൾ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ മൈക്രോ പ്രോസസർ അങ്ങനെ അറിയാവുന്ന ഏത് ഇൻസ്ട്രക്ഷൻ വേണം ആദ്യം കൊടുക്കാനുള്ള, ആദ്യം എക്സിക്യൂട്ട് ചെയ്യാനുള്ളത്. ഈ 4-5 ഇൻസ്ട്രക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ MIPI has to identify which instruction has to be executed. അത് എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്? It is identified by using the address. പക്ഷേ see what is the actual quantity participating in the execution? നമ്മൾ ആക്ച്വൽ എന്തായിരിക്കും നമ്മുടെ ഡേറ്റ, that means move b, c എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ അല്ലെ, ആ ഇൻസ്ട്രക്ഷനകത്ത് ഉൾക്കൊള്ളുന്ന ഡേറ്റ, ദാറ്റ് ഈസ് only one that is actually എന്തായിരിക്കും is actually participating in the execution, അല്ലെങ്കിൽ actually participating in the എന്തായിരിക്കും execution point. ഓപ്പറേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഡേറ്റ മാത്രമായിരിക്കും. പക്ഷേ എന്തായിരിക്കും, പക്ഷേ address is used for identification only. Therefore address is only for identifying the location. അടുത്തൊരു ഇമ്പോർട്ടന്റ് പോയിന്റ്, അപ്പൊ ഈ ഒരു പോയിന്റ് ഓർത്ത് വയ്ക്കുക. അഡ്രസ് പറഞ്ഞാൽ എന്താണ് ഐഡന്റിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യത്തിൽ ഓർത്ത് വയ്ക്കുക. ആ ഒരു പോയിന്റ് അവിടെ നിൽക്കട്ടെ. ഇത് നമ്മൾ അടുത്തിട്ട് നമ്മൾ പോവാണ്. നമ്പർ ഓഫ് ലൊക്കേഷൻസ് അവൈലബിൾ ഇൻ മെമ്മറി ഡിപെൻഡ്സ് ഓൺ ദ നമ്പർ ഓഫ് അഡ്രസ് ബിറ്റ്സ് യൂസ്ഡ്. അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ദ നമ്പർ ഓഫ് ലൊക്കേഷൻസ് അവൈലബിൾ ഇൻ മെമ്മറി depends on number of location available in memory depends on number of address bits used.
ഇപ്പൊ ഞാൻ പറയാണ്, നമ്മൾ പറഞ്ഞു ഇപ്പം നമ്മളൊരു മെമ്മറി ലൊക്കേഷൻ എടുക്കുക, മെമ്മറി എടുക്കുകയാണ്. ഇത് മെമ്മറി എടുത്തിട്ടുണ്ട്. ഇതൊരു മെമ്മറി അഡ്രസ് ആണ്. ലൊക്കേഷൻ വെച്ച് ഞാൻ കാണിക്കുകയാണ്. ഓക്കെ, ലൊക്കേഷൻ വെച്ച് ഞാൻ കാണിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഡേറ്റ എന്തായിരിക്കും? 8 ബിറ്റ് അല്ലേ? ഇറ്റ് ഈസ് 8 ബിറ്റ് ഡേറ്റ. ഇറ്റ് ഈസ് 8 ബിറ്റ് ഡേറ്റ. ദാറ്റ് മീൻസ് the number of locations available in ഇപ്പൊ 8085 ആണെങ്കിൽ 8085 ആകുമ്പോഴത്തേക്ക് എത്ര ആയിരിക്കും? 8085 വാട്ട് ഈസ് ദ അഡ്രസ് ബസിന്റെ സൈസ് എത്ര ആയിരിക്കും? ഹൗ മെനി ബിറ്റ്സ് എത്രയാണ്? 16 ബിറ്റ് അല്ലേ? 16 ബിറ്റ് അഡ്രസ് ബസ് കപ്പാസിറ്റി അല്ലേ? അഡ്രസ് ബസ് കപ്പാസിറ്റി ഹാവിംഗ് 16 ബിറ്റ് കപ്പാസിറ്റി. അപ്പോൾ 8085 അഡ്രസ് ബസ് 16 ബിറ്റ് ആണ്. അപ്പോൾ നമ്പർ ഓഫ് ലൊക്കേഷൻസ്, അപ്പോൾ നമ്പർ ഓഫ് ലൊക്കേഷൻസ് നമുക്ക് കണ്ടുപിടിക്കണം. therefore എങ്ങനെ ആയിരിക്കും? ഇപ്പം നമ്മൾ 8 ബിറ്റ് ആണ് ഇരിക്കുന്നത്. നോക്കിയേ, ഫസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഫസ്റ്റ് അഡ്രസ് എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര ആയിരിക്കും വരിക? 0 അല്ലെ? ദാറ്റ് മീൻസ് 16 ബിറ്റ്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 അല്ലെ? ഇതല്ലേ ഫസ്റ്റ് അഡ്രസ് എന്ന് പറയുന്നത്. ലാസ്റ്റ് അഡ്രസ് എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര ആയിരിക്കും വരിക? 1111 1111 സോറി 4 പറഞ്ഞോളൂ. 111 ഞാനത് ഹെക്സാഡെസിമൽ രൂപത്തിൽ ഞാൻ പറയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിരുന്നത്. 1111 1111. അപ്പൊ എന്തായാലും therefore ഫസ്റ്റ് അഡ്രസ് ലൊക്കേഷൻ എന്തായിരിക്കും വരിക? ഹെക്സൈൽ ആണെങ്കിൽ എന്തായിരിക്കും? 0000h. ലാസ്റ്റ് എത്ര ആയിരിക്കും വരിക? FFFFFH എന്ന് പറയാൻ പറ്റും. therefore നമുക്ക് എന്ത് പറയാൻ പറ്റും? therefore the number of if n is the number of address bit used, n is the number of address bit used, then if n is the number of address bits used, then the number of address location is, then the number of address location is, then the number of address location is 2 raised to n. Very important ആണ്, ഓർത്ത് വയ്ക്കുക. number of address location used is 2 raised to n. അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കിയേ, നമ്മളുടെ 8085 മൈക്രോപ്രോസസർ എത്ര ആയിരിക്കും അഡ്രസ് ബിറ്റ്? 16 അല്ലേ? therefore number of address location എത്ര ആയിരിക്കും വരിക? for 8085 നമുക്ക് കൺക്ലൂഷൻ പറയാൻ പറ്റും. therefore for 8085 number of address location is equal to എത്ര ആയിരിക്കും വരിക? address location is equal to എന്തായിരിക്കും? 2 raised to 16, where 16 is a number of എന്തായിരിക്കും? address bit അല്ലേ? 2 raised to 16 എത്ര ആയിരിക്കും വരിക? that is equal to നമ്മൾ ചെയ്ത് നോക്കിയാൽ എത്ര കിട്ടും? 65536 ലൊക്കേഷൻസ് ഉണ്ട്. 65536 locations. Very important point to remember. നമ്മുടെ ലാസ്റ്റ് ലൊക്കേഷൻ, ഈ ലാസ്റ്റ് ലൊക്കേഷന്റെ അഡ്രസ് എത്ര ആയിരിക്കും വരിക? ഇറ്റ് ഈസ് 65535 ആയിരിക്കും വരിക. കാര്യം എന്താണ്? ബിക്കോസ് ടോട്ടൽ ലൊക്കേഷൻ 65536 ആണെങ്കിൽ ലാസ്റ്റ് ലൊക്കേഷൻ എന്തായിരിക്കും വരിക? നമ്മളെ 65535. കാര്യം എന്തായിരിക്കും? ഇറ്റ് ഈസ് സ്റ്റാർട്ടിംഗ് ഫ്രം 0 to 65536 ലൊക്കേഷൻ. അതിന് എന്തായിരിക്കും? 0 ആയിരിക്കും ഫസ്റ്റ്, ലാസ്റ്റ് എന്തായിരിക്കും വരിക? 65535. വെരി ഇമ്പോർട്ടന്റ് ആണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ ചോദിക്കുന്ന പറഞ്ഞാൽ എന്തായിരിക്കും? വാട്ട് ഈസ് ദ മെമ്മറി കപ്പാസിറ്റി യൂസ്ഡ് ഇൻ 8085? എത്രയായിരിക്കും? മെമ്മറി കപ്പാസിറ്റി ഓഫ് അഡ്രസ് യൂസ്ഡ് ഇൻ, അല്ലെങ്കിൽ മെമ്മറി കപ്പാസിറ്റി യൂസ്ഡ് ഇൻ 8085 is equal to എത്രയായിരിക്കും വരിക? 65536 ലൊക്കേഷൻസ്. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, അല്ലെങ്കിൽ എന്തായിരിക്കും? വാട്ട് ഈസ് ദ ലാസ്റ്റ് ലൊക്കേഷൻ യൂസ്ഡ് ഇൻ 8085 മെമ്മറി? ഇറ്റ് ഈസ് 65536. അപ്പോൾ ഇതിനെ നമുക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ എന്തായിരിക്കും വരിക? therefore നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 65535 നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്തായിരിക്കും? വാട്ട് ഈസ് ദ ലാസ്റ്റ് ലൊക്കേഷൻ അല്ലെ? ലാസ്റ്റ് ലൊക്കേഷൻ used in 8085 memory, എന്ന് പറഞ്ഞ് ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ ആൻസർ എന്തായിരിക്കും? 65535. 65536 എന്തായിരിക്കും വരിക? ഇറ്റ് ഈസ് ദ എന്തായിരിക്കും? വാട്ട് ഈസ് ദ മെമ്മറി കപ്പാസിറ്റി? used in 8085? What is the capacity അല്ലെങ്കിൽ memory capacity used in 8085? തെറ്റിപ്പോകരുത്. മെമ്മറി കപ്പാസിറ്റി is 2 raised to 16. പക്ഷേ ലാസ്റ്റ് ലൊക്കേഷൻ പറയുമ്പോഴത്തേക്ക് എന്താ? 0 മുതൽ ആണ് സ്റ്റാർട്ട് ചെയ്ത്, therefore എന്തായിരിക്കും? 65535. അത് ഓർത്ത് വയ്ക്കാം.
സെയിം തന്നെ നമുക്ക് നോക്കാം എന്തായിരിക്കും 8086 ആണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക ഫോർ 8086 ഫോർ 8086 ആണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക therefore total location is equal to എന്തായിരിക്കും വരിക total location is equal to എന്തായിരിക്കും വരിക 2 raised to 20 where 20 is the എന്തായിരിക്കും number of address bits used that is equal to എത്ര വരും 2 raised to 10 into 2 raised to 10 എന്ന് എഴുതി കൂടെ എഴുതാൻ പറ്റും therefore 2 raised to 10 എന്ന് പറയുമ്പോഴത്തേക്ക് 10,000 sorry 1024 അല്ലേ 1024 എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര 1 കിലോ 1 കിലോ into 1 കിലോ അല്ലെങ്കിൽ എന്താ 1 മെഗാ നമുക്ക് എഴുതാൻ പറ്റും അല്ലെങ്കിൽ വേർഡ്സ് ആയിട്ട് പറഞ്ഞാൽ ഓർത്ത് വയ്ക്കുക 1048 576 48576 ലൊക്കേഷൻസ് ഓർത്ത് വയ്ക്കാൻ നോക്കുക 4ഉം 5ഉം മാത്രമേ റൈസ് ചെയ്ത് പോകുന്നുള്ളൂ ബാക്കിയെല്ലാം 876 ഡൗൺ ചെയ്ത് പോകും അങ്ങനെ ഓർത്ത് വയ്ക്കുക 4ഉം അപ്പ് വരുന്നത് എന്താ 4ഉം 5ഉം ബാക്കി എന്തായിരിക്കും 8 7 ആയി 76 ആയി 40876 ലൊക്കേഷൻസ് സോ എന്തായിരിക്കും ലാസ്റ്റ് ലൊക്കേഷൻ എന്തായിരിക്കും വരിക വാട്ട് ഇസ് ദ ലാസ്റ്റ് ലൊക്കേഷൻ ടോട്ടൽ ലൊക്കേഷൻ 408 സോറി 10,48576 ആണെങ്കിൽ ലാസ്റ്റ് ലൊക്കേഷൻ എന്തായിരിക്കും വരിക therefore the last location is equal to 10,48575 ഇത് ഓർത്ത് വയ്ക്കുക ഈ ഒരു ടോട്ടൽ ലൊക്കേഷൻ ആണ് ലാസ്റ്റ് ലൊക്കേഷൻ ഫോർ 8085 നമ്മൾ ഇനിയിപ്പം